ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചുരക്ക കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. ചുരക്ക എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗാർഡ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അവിടെ 2 ചുരക്ക എടുത്തിട്ടുണ്ട്. 400 ഗ്രാം ഉണ്ടാവും. ഇത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് പറഞ്ഞാൽ നമുക്കത് സീഡൊന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ വാഷ് ചെയ്ത പരിപ്പ് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന വരയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നോക്കൂ, അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തോളൂ. ആക്ച്വലി നമ്മളൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവും. അത് മിക്സ് ചെയ്തു. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് സോൾട്ടും. ഇനി എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ച് ഒരു 3 വിസിൽ ഇട്ടെടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മൾക്ക് അത് വേവുന്നതിൻ്റെ ഉള്ളിൽ നമുക്കതിനൊരു അരപ്പ് ആവശ്യമുണ്ട്. അത് റെഡിയാക്കി എടുക്കാം. വരും ഇതാ 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ. ഇത് ഓൾമോസ്റ്റ് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഹാഫ് പോർഷനാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഫുള്ളായിട്ട് എടുത്തോളൂ. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ എരിവിന് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് അരിഞ്ഞതിന് ശേഷം നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടാം. ഞാൻ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കാം. ഇതാ നോക്കൂ, നമ്മുടെ വെജിറ്റബിളെല്ലാം വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് വേവാണ് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ്സ് മതിയാകും. നോക്കൂ, ഇതെല്ലാം നല്ല ചെയ്ത് ഇപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇനി നമുക്കതിലൊരു വറവിടാം. എപ്പോഴും പോലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കടുക്, കറിവേപ്പില, ഡ്രൈ റെഡ് ചില്ലി ഇത്രയിട്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.